CAA ഭാഗമായിട്ട് കേന്ദ്ര നിർദ്ദേശം അനുസരിച്ച് ഇന്ത്യയിൽ ആദ്യത്തെ കോൺസെൻട്രേഷൻ ജയിൽ ഉണ്ടാക്കിയത് കേരളത്തിലാണ്, കൊല്ലം ജില്ലയിൽ. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, കൊല്ലത്ത് പിണറായി വിജയൻ, അതായത് CAA ഇന്ത്യൻ പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് വന്നതിന് ശേഷം കേരളത്തിൽ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെയും മറ്റ് ഇൻഫിൽട്രേറ്റേഴ്സിനെയും പിടിച്ച് അകത്തിടാനുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പ് കൊല്ലത്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കള്ളമുണ്ടെങ്കിൽ നിങ്ങൾ പോയി അന്വേഷിക്കണം. മിസ്റ്റർ പിണറായി വിജയൻ കൊല്ലത്തൊരു പ്രത്യേക ജയിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. അനധികൃതമായിട്ടുള്ള ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ, പാകിസ്ഥാനിൽ നിന്നും മറ്റും വന്നിട്ടുള്ള ഇന്ത്യക്കാരല്ലാത്ത പൗരന്മാരെ ഇതിൻ്റെ ഭാഗമായിട്ട്, CAA ഭാഗമായിട്ട് കേന്ദ്ര നിർദ്ദേശം അനുസരിച്ച് ഇന്ത്യയിൽ ആദ്യത്തെ കോൺസെൻട്രേഷൻ ജയിൽ ഉണ്ടാക്കിയത് കേരളത്തിലാണ്, കൊല്ലം ജില്ലയിൽ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവികതയോ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റോ ഉണ്ടെങ്കിൽ എല്ലാ മാധ്യമപ്രവർത്തകർക്കും പരിശോധിക്കാം. CAA നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ആദ്യമായി ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലത്തെ ഒരു ജയിൽ തുടങ്ങിയത് കേരളത്തിലാണ്. ആദ്യം CAA നടപ്പാക്കുന്ന സംസ്ഥാനം കേരളമായിരിക്കും. ഇരട്ടത്താപ്പാണോ? വല്ല വഞ്ചനയല്ലേ. 30% വരുന്ന പാവപ്പെട്ട മുസ്ലിങ്ങളെ നിങ്ങളെ ഇവിടുന്ന് പുറത്താക്കും, പൗരത്വം നിഷേധിക്കും, ഞാനിവിടെ നിങ്ങളെ സംരക്ഷിക്കും. ഇയാൾ ആരാണ്? BJPക്ക് ഏതെങ്കിലും തരത്തിൽ ഇത് സംസ്ഥാനത്ത് ഒരു ലോക്സഭ ഇലക്ഷൻ സമയത്ത് ഇത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യമല്ല. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ്, മോദിയുടെ ഗ്യാരണ്ടിയാണ്. ഞങ്ങൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി മാനിഫെസ്റ്റോയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങൾ നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അതിപ്പോ മാൻഡേറ്റ് നടപ്പാക്കുന്നത് സർക്കാർ, പിന്നെ പുതിയ തെരഞ്ഞെടുപ്പിന് അതായത് വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നത് പൂർത്തീകരിക്കുന്നതെല്ലാം ഇത് മാത്രമല്ലല്ലോ. മോദി എന്തെല്ലാം ഗ്യാരണ്ടി പൂർത്തിയാക്കും? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ട് മുമ്പാണ് ഇത് CAA പാർലമെന്റിൽ ചർച്ച ചെയ്തിട്ട് കൊല്ലത്രയായി. അതിനു വേണ്ടിയിട്ടുള്ള എന്തെല്ലാം നിയമ നടപടികൾ നടക്കും. ഇപ്പോൾ 1 India 1 election വരും വിചാരിക്കും, അങ്ങനെ പറയുമായിരിക്കും. അതിനു വേണ്ടിയുള്ള പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറയുന്നത് BJP ഉണ്ടാക്കിയ ധാരണയുടെ പേരിൽ അല്ല, അവിടുന്ന് എന്ത് പറഞ്ഞാലും ആദ്യം നടപ്പാക്കുന്നത് കേരളത്തിലാണ്. പ്രചരണമാണ്. അതന്നെയാണ്. അത് ഈ CAA ഭാഗമായിട്ട് എല്ലാ സംസ്ഥാനവും നിങ്ങൾ പറഞ്ഞാൽ പോരല്ലോ. പിണറായി വിജയൻ പറയട്ടെ, കൊല്ലത്ത് എന്താണ് തുടങ്ങിയതെന്ന് പിണറായി വിജയൻ വ്യക്തമാക്കട്ടെ. അതായത് അനധികൃത കുടിയേറ്റക്കാരെ, വിദേശികളെ, വിദേശ പൗരന്മാരെ, ഇന്ത്യയിൽ പാസ്പോർട്ടും വിസയും ഇല്ലാതെ കഴിയുന്ന ആളുകളെ, അത് തന്നെയാണ് അല്ല കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ബംഗ്ലാദേശികളും അല്ല. ഞാൻ പറയട്ടെ, അല്ലല്ല, CAA നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലുള്ള കാര്യം ആരംഭിച്ചു. ആദ്യം ഞാൻ ചോദിക്കട്ടെ, എന്ത് ന്യായമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഞങ്ങൾ കേരളത്തിൽ നടപ്പാക്കില്ല? അദ്ദേഹത്തിന് എന്ത് അധികാരമുള്ളത്? കേരളത്തിൽ മാത്രമായിട്ട് CAA നടപ്പാക്കില്ല എന്ന് പറയാനുള്ള എന്ത് അധികാരമാണ് ശ്രീ പിണറായി വിജയനുള്ളത്? അങ്ങനെ പല രാഷ്ട്രീയമായിട്ടുള്ള ആക്ഷേപങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് ഈ CAA കാര്യത്തിൽ ഇപ്പോൾ വലിയ ബഹളം തുടങ്ങിയല്ലോ. എന്താണ് കേരളത്തിൽ സമരമുണ്ടോ? കേരളത്തിൽ സമരം ചെയ്യാനാണോ LDFും UDFും പോകുന്നത്? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സമരം ചെയ്യട്ടെ, നിങ്ങൾ സമരമായിട്ട് വാ. ജനങ്ങളെ കബളിപ്പിച്ച്, ആളുകളെ വഞ്ചിച്ച്, ഇല്ലാത്ത കാര്യങ്ങൾ അവരെ ഭയപ്പെടുത്തി വോട്ടിന് വേണ്ടി എന്ത് തരംതാണ വേലയും കാണിക്കുകയാണ് LDFും UDFും. അതാണ് പ്രശ്നം. അല്ലാതെ ഇലക്ട്രൽ ബോണ്ടിനൊക്കെ സുപ്രീം കോടതി ചോദിച്ചാൽ അവിടെ പറഞ്ഞോളൂ. അതിൽ ബംഗ്ലാദേശിലെയും മറ്റു രാജ്യങ്ങളിലെയും മുസ്ലിങ്ങളെ അവിടെ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നില്ല മതത്തിന്റെ പേരിൽ. അതാണ്. അതിലെന്താ, മുസ്ലിങ്ങൾ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അഫ്ഗാനിസ്ഥാനിലോ ഭരണകൂടം അവരെ മുസ്ലിം ആയതുകൊണ്ട് പീഡിപ്പിക്കുന്നില്ല. ഇത് സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് തന്നെയുള്ള കേസാണ്. അതായത് മതത്തിൻ്റെ പേരിൽ പെർസിക്യൂട്ട് ചെയ്യപ്പെടുന്നില്ല. വേറെ അവിടെ മുസ്ലിങ്ങൾ തമ്മിൽ അടിയും സംഘർഷമൊക്കെ ഉണ്ട്, ഞാൻ അതൊന്നുമല്ല. മതം മുസ്ലിം ആയതുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലോ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അവർ പീഡിപ്പിക്കപ്പെടുന്നില്ല, അവർ ആട്ടിയോടിക്കപ്പെടുന്നില്ല. നോക്കൂ നിങ്ങൾ, അഭയാർത്ഥികളായിട്ട് വരുന്നവർ എന്തിൻ്റെ പേരിലാണ്? മതത്തിൻ്റെ പേരിലാണ്. പാകിസ്ഥാനിൽ എത്ര ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു ഇന്ത്യ വിഭജന കാലത്ത്? അന്വേഷിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോൾ നിങ്ങൾ വസ്തുത എന്തിനാണ് വളച്ചൊടിക്കുന്നത്? ഇത് CPMൻ്റെയും കോൺഗ്രസിൻ്റെയും കള്ളപ്രചരണമാണ്.